നാലു പാട് നിന്നും വിമർശന ശരങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വരുന്നത്. വലിയ ചോദ്യങ്ങളും സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ LDFിനുള്ളിൽ കൂട്ടയടി ഉറപ്പായിരിക്കുന്നു. CPM-ഉം CPയും രണ്ട് വഴിക്ക്. അവിടം കൊണ്ടും തീർന്നില്ല. SFI സമരം കേരള ആസ്ഥാന ക്യാമ്പസിനുള്ളിൽ പന്തൽ ഉടൻ പൊളിച്ചു മാറ്റാൻ VCയുടെ നിർദ്ദേശം. CPM-ന് നേരെയുള്ള ചോദ്യങ്ങളും പാർട്ടി തന്നെ ഉയർത്തുകയാണ്. കേരളത്തിൽ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലുമില്ല. CPM നേതൃനിരയിലെ സ്ത്രീ പ്രാതിനിധ്യമില്ലായ്മ തുറന്നുകാട്ടി വൃന്ദ കാരാട്ട്. അതിനിടെ തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ പിണറായിയെ വാഴ്ത്തി PP ദിവ്യ രംഗത്ത്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇതെല്ലാം ചർച്ചയാക്കിയിട്ടുമുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിവിൽ കോടതി തീർപ്പാക്കിയ പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്ത് അധികാരത്തിലെന്ന് ഹൈക്കോടതി ചോദിച്ചു. കണ്ണിൽ പൊടിയിടാനാണോ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നും കോടതി വിമർശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയമിച്ചിരുന്നു. ഇതിനെതിരെ വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിമർശനവും ചോദ്യങ്ങളും. മുനമ്പത്തെ 104 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയതാണെന്ന് കോടതി വാക്കാൽ പറഞ്ഞു. ഹർജി ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ മറുപടി പറയേണ്ടത് സർക്കാരെന്നും കോടതി തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് അമിത അധികാര പ്രയോഗമെന്നും അന്വേഷണം തടയണമെന്നുമാണ് ഹർജിയിൽ ആവശ്യം. കോർപ്പറേഷനിലെ മേയർ സ്ഥാനം വച്ചു മാറാത്തതിൽ CPM-നെതിരെ CPIക്കുള്ളിൽ അമർഷം പുകയുന്നു. CPM മുന്നണി ധാരണ തെറ്റിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നേതാക്കൾ രൂക്ഷ വിമർശനം ഉയർത്തി. മേയർ സ്ഥാനം സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. CPM-ന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആദ്യവാരം കൊല്ലത്ത് നടക്കുകയാണ്. സമ്മേളനം കഴിയുന്നതുവരെ പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിഞ്ഞേക്കില്ലെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് നിലപാട് കടുപ്പിക്കാനുള്ള CPIയുടെ തീരുമാനം. CPM ജില്ലാ നേതൃത്വത്തിന് CPI ഉടൻ കത്ത് നൽകും. മുന്നണി ധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം CPM-നും CPIക്കുമെന്നാണ്. കാലാവധി പൂർത്തിയായപ്പോൾ തന്നെ CPI പ്രസിഡന്റ് സ്ഥാനം CPM-നായി ഒഴിഞ്ഞുകൊടുത്തിരുന്നു. സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SFI കേരള സർവകലാശാല ആസ്ഥാന ക്യാമ്പസിനുള്ളിൽ പന്തൽ കെട്ടി ആരംഭിച്ച അനിശ്ചിതകാല സത്യഗ്രഹ സമരം വിവാദത്തിൽ സർവകലാശാലയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിക്രമിച്ചു കയറി കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. സർവകലാശാല ആസ്ഥാനത്ത് ഒരു സംഘടന പന്തൽ കെട്ടി സമരം ചെയ്യുന്നത് ആദ്യമാണ്. അനുകൂല തീരുമാനം ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് SFI നേതാക്കൾ പറയുന്നത്. CPM നേതൃനിരയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. പാർട്ടിക്ക് ശക്തമായ പേരുള്ള കേരളത്തിൽ നിലവിൽ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും ഇല്ല എന്നത് വാസ്തവമാണെന്നും വൃന്ദ കാരാട്ട് തുറന്നടിച്ചു. CPM നേതൃനിരയിൽ നിലവിലുള്ള സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്. ഇത് പരിഹരിക്കാൻ ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കി. എന്നിട്ടും വനിതാ സംവരണം വേണ്ട രീതിയിൽ ഉയർന്നില്ലെന്നും PB അംഗം പറഞ്ഞു. മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വൃന്ദ കാരാട്ട് കൂട്ടിച്ചേർത്തു. തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് പിണറായി എന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് ദിവ്യയുടെ പോസ്റ്റ്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഞാൻ കണ്ടുവളർന്ന നേതാവ്. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി. എന്റെ പാഠപുസ്തകത്തിലെ ഹീറോ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കി തേച്ച വെള്ളവസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച് 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തിന് മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല. കോടതിയിൽ കണ്ടിപ്പ പാക്കലാമെന്നാണ് ദിവ്യയുടെ കുറിപ്പ്.